Social Science, Class 7, Chapter 4, The Mughal Empire, Session 2. Good morning, dear kids. Dear ones, welcome to our history class. Today we are going to discuss Mughal traditions of succession. The Mughals did not believe in the rule of primogeniture, where the eldest son inherited his father's estate. Instead, they followed the Mughal and Timurid custom of coparcenary inheritance, or a division of the inheritance amongst all the sons. Follow the highlighted passages in Table 1 and note the evidence for rebellions by Mughal princes. Which do you think is a fairer division of inheritance? Primogeniture or coparcenary? ഈ മുഗൾസിന് പ്രൈമോജനിച്ചർ എന്ന സിസ്റ്റത്തിൽ വളരെ അത്രയധികം താല്പര്യമില്ലായിരുന്നു. പ്രൈമോജനിച്ചർ എന്ന് വെച്ചാൽ എന്താണ്? പിതാവിൻ്റെ സ്വത്ത് മൂത്ത പുത്രന് ലഭിക്കുന്ന ഒരു സിസ്റ്റം. അതിലാർക്കും വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഈ കോപ്പാർസനറി എന്നത് എന്താണ്? പിതാവിൻ്റെ സ്വത്ത് ആ ഫാമിലിയിൽ ഉൾപ്പെട്ട ആൺകുട്ടികൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇതിനോടായിരുന്നു അവർക്ക് താല്പര്യം. ഡിയർ വൺസ്, നിങ്ങൾക്കിതിൽ ഏതാണ് ഏറ്റവും ഫെയറായിട്ട് തോന്നുന്നത്? പ്രൈമോജനിച്ചറാണോ കോപ്പാർസനറി ആണോ? ടോപ്പിക് ഇസ് മുഗൾ റിലേഷൻസ് വിത്ത് അതർ റൂളേഴ്സ്. The Mughal rulers campaigned constantly against rulers who refused to accept their authority. But as the Mughals became powerful, many other rulers also joined them voluntarily. The Rajaputs are a good example of this. Many of them married their daughters into Mughal families and received high positions. But many resisted as well. മുഗൾ ഭരണാധികാരികളും മറ്റ് റൂളേഴ്സുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ മുഗൾ അധികാരത്തെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തവരുമായിട്ട് എപ്പോഴും യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. ഈ മുഗൾ വീണ്ടും പവർഫുള്ളായി മാറിയതോടുകൂടി പലരും വന്ന് ഇവരുമായിട്ട് ജോയിൻ ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. അതിനുദാഹരണമാണ് രജപുട്സ് ആർ എ ഗുഡ് എക്സാമ്പിൾ ഓഫ് ദിസ്. മെനി ഓഫ് ദം മാരീഡ് ദെയർ ഡോട്ടേഴ്സ് ഇൻ ടു മുഗൾ ഫാമിലീസ് ആൻഡ് റിസീവ്ഡ് ഹൈ പൊസിഷൻസ്. അങ്ങനെ കല്യാണം കഴിക്കുകയും അവർ ഹൈ പൊസിഷനിൽ ഇരിക്കുകയും ചെയ്തു. ബട്ട് മെനി റെസിസ്റ്റഡ് ആസ് വെൽ. അപ്പം വളരെ പേര് ഇത് അംഗീകരിക്കുകയും ചെയ്തു, ചിലരാകട്ടെ ഇതിനെ എതിർക്കുകയും ചെയ്തിരുന്നു. മാൻസബ്ദാസ് ആൻഡ് ജാഗിർദാസ്. ആസ് ദ എംപയർ എക്സ്പാൻഡഡ് ടു encompass different regions, the Mughals recruited diverse bodies of people. From a small nucleus of Turkish nobles, they expanded to include Iranians, Indians, Muslims, Afghans, Rajaputs, Marathas, and other groups. Those who joined Mughal service were enrolled as Mansabdars. The term Mansabdar refers to an individual who holds a mansab, meaning a position or a rank. It was a grading system used by the Mughals to fix ranks, salary, and military responsibilities. Rank and salary were determined by a numerical value called sat. The higher the sat, the more prestigious was the noble's position in court and the larger his salary. അപ്പം ഈ മുഗൾസ് തങ്ങളുടെ ഭരണം മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. ഇത്രയും വലിയ ഒരു രാജ്യം ഒറ്റയ്ക്ക് ഭരിക്കുക വളരെ ദുഷ്കരമായിരുന്നു. അതിനാൽ അവർ തങ്ങളെ സഹായിക്കാൻ വേണ്ടി പലരെയും റിക്രൂട്ട് ചെയ്തു. അപ്പം മുഗൾസിൻ്റെ ഓഫീസേഴ്സ് ആയി ജോയിൻ ചെയ്തവരെയാണ് മാൻസബ്ദാസ് എന്ന് വിളിച്ചിരുന്നത്. മാൻസബ് എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു റാങ്ക് ആയിരുന്നു. ആ പൊസിഷനിൽ ഉള്ള ആളെയാണ് മാൻസബ്ദാർ എന്ന് പറയുന്നത്. ഇതൊരു ഗ്രേഡിംഗ് സിസ്റ്റമായിരുന്നു. ഇതിൽ നിന്നും ഓരോരുത്തരുടെ പൊസിഷൻ, അവരുടെ സാലറി, മിലിറ്ററി റെസ്പോൺസിബിലിറ്റി എന്നിവ മനസ്സിലാക്കാമായിരുന്നു. ഇതിനൊരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്. അതിനെയാണ് നമ്മൾ സാറ്റ് എന്ന് പറഞ്ഞിരുന്നത്. ഏറ്റവും കൂടുതൽ സാറ്റാണോ ഓരോ വ്യക്തിക്ക് കാണിക്കുന്നത്, ആ വ്യക്തിക്ക് നല്ലൊരു പൊസിഷൻ ഉണ്ടായിരുന്നു. അപ്പം മിലിറ്ററി റെസ്പോൺസിബിലിറ്റി എന്തായിരുന്നു? സവാർ കുതിരപ്പട, അത് ഒരു സ്പെസിഫൈഡ് നമ്പർ കുതിരപ്പടയെ ഉണ്ടായിരിക്കണം. കുതിരപ്പടയിലെ ആളുകളെയെല്ലാം ഡീറ്റെയിൽസ് എടുത്ത് എന്നിട്ട് അതിൻ്റെ സാലറി കളക്ട് ചെയ്ത് കൊടുത്തിരുന്നു. മാൻസബ്ദാസ് റിസീവ്ഡ് ദെയർ സാലറീസ് ആസ് റവന്യൂ അസൈൻമെൻറ്റ്സ് കോൾഡ് ജാഗിസ്, വിച്ച് വെർ സംവാട്ട് ലൈക്ക് ഇക്താസ്. വാട്ട് ഇസ് ജാഗിർ? ജാഗിർ എ പീസ് ഓഫ് ലാൻഡ് ഗിവൺ ടു ദ ഒഫീഷ്യൽസ് ഓഫ് ദി കിങ്ഡം. അതായത് ജാഗിറാണ് മാൻസബ്ദാസിന് റവന്യൂ അവർ സാലറി ആയിട്ട് നൽകിയിരുന്നത്.
But unlike Muktis, most Mansabdas did not actually reside in or administer the Jagis. They only had rights to the revenue of their assignments, which was collected for them by their servants. In Akbar's reign, these Jagis were carefully assessed so that their revenues were roughly equal to the salary of the Mansabdar. By Aurangzeb's reign, this was no longer the case, and the actual revenue collected was often less than the granted sum. There was also a huge increase in the number of Mansabdars, which mean a long wait before they received a Jagir. These and other factors created a shortage in the number of Jagirs. As a result, many Jagirdars tried to extract as much revenue as they had a Jagir. Aurangzeb was unable to control these developments in the last years of his reign, and the peasantry therefore suffered tremendously. അക്ബറിൻ്റെ ഭരണകാലഘട്ടത്തിലാകട്ടെ ജാഗിസ് എല്ലാം കെയർഫുള്ളായിട്ടാണ് നോക്കിയിരുന്നത്. ഇവരുടെ സാലറി ഇത് കളക്ട് ചെയ്ത് കിട്ടുന്ന റവന്യൂവിന് ഈക്വൽ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിരുന്നു. എന്നാൽ ഔറംഗസേബിൻ്റെ ഭരണകാലമായപ്പോൾ ഈ പറഞ്ഞ രീതിയിലൊന്നും തന്നെ നടന്നില്ല. അപ്പോൾ മിക്കവാറും കളക്ട് ചെയ്ത് കിട്ടുന്ന നികുതി കുറവായിട്ടാണ് വരിക. ഈ സമയം ധാരാളം മാൻസബ്ദാസ് വരികയും ചെയ്തു. അപ്പോൾ ജാഗിസിൻ്റെ എണ്ണത്തിൽ കുറവ് വന്നു. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ഈ ജാഗിസ്ദാർ അവരുടെ കയ്യിലുള്ള ജാഗിസിൽ നിന്നും മാക്സിമം റവന്യൂ കളക്ട് ചെയ്തു. ഇങ്ങനെ വന്ന മാറ്റങ്ങളൊന്നും ഔറംഗസേബിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നും ഇല്ല. അവർ നെക്സ്റ്റ് ടോപ്പിക് ഇസ് സബ്ത് ആൻഡ് സെമീന്ദാസ്. The main sources of income available to Mughal rulers was tax on the produce of the peasantry. In most places, peasants paid taxes through the rural elites, that is the headman or the local chieftain. The Mughals used one term, Zemindas, to describe all intermediaries, whether they were local headmen of village or powerful chieftains. അപ്പം മുഗൾ റൂളേഴ്സിന് വരുമാനം ലഭിക്കുന്ന പ്രധാന ഉറവിടം പെസൻറ്റിൻ്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യുന്ന നികുതികളായിരുന്നു. മിക്ക സ്ഥലങ്ങളിലും ഈ പെസൻസ് ടാക്സ് കൊടുത്തിരുന്നു. അപ്പം അത് കളക്ട് ചെയ്യുന്നത് ഒരു ഹെഡ്മാൻ അല്ലെങ്കിൽ ലോക്കൽ ചീഫ്റ്റൻ വഴിയായിരുന്നു. ഇങ്ങനെ ഇടനിലക്കാരായി നിന്നവരെ മുഗൾസ് സെമീന്ദാസ് എന്നാണ് വിളിച്ചിരുന്നത്. ഇവരിൽ ലോക്കൽ ഹെഡ്മാൻ, പവർഫുൾ ചീഫ്റ്റൻ എന്നിവർ വരെ ഉൾപ്പെട്ടിരുന്നു. Akbar's revenue minister Todarmal carried out a careful survey of crop yields, prices and areas cultivated for a 10-year period. What is the name of Akbar's revenue minister? Todarmal. 1570 to 1580. On the basis of this data, tax was fixed on each crop in cash. Each province was divided into revenue circles with its own schedule of revenue rates for individual crops. This revenue system was known as Sabt. Which name? The Sabt. It was prevalent in those areas where Mughal administrators could survey the land and keep very careful accounts. This was not possible in provinces such as Gujarat and Bengal. അക്ബറിൻ്റെ റവന്യൂ മിനിസ്റ്റർ ആയിരുന്നു ടോഡർമൽ. അദ്ദേഹം ഒരു സർവേ നടത്തിയിരുന്നു. അതായത് ഒരു പ്രദേശത്തെ വിളവ്, അത് എത്ര ഏരിയയിൽ കൃഷി ചെയ്തിരുന്നു, അതിൻ്റെ അദ്ദേഹം എടുത്ത ഈ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ടാക്സ് ഒക്കെ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ഓരോ പ്രദേശങ്ങളെയും റവന്യൂ സർക്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയും ഓരോ വിളകൾക്കും ഒരു റവന്യൂ റേറ്റ് തീരുമാനിക്കുകയും ചെയ്തു. ഇതിനെയാണ് സബ്ത്. രേഖകൾ വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ചിരുന്നു. എന്നാൽ ഗുജറാത്ത്, ബംഗാൾ എന്നിവിടങ്ങളിൽ ഇത് പോസിബിൾ ആയിരുന്നില്ല. ഇൻ സം ഏരിയസ് ദ സെമീന്ദാസ് എക്സർസൈസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് പവർ. ചില സ്ഥലങ്ങളിൽ സെമീന്ദാസ് അവരുടെ പവർ കാണിച്ചിരുന്നു. ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മുഗൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് കുഡ് ഡ്രൈവ് ദം ടു rebellion. Sometimes zamindars and peasants of the same caste allied in rebelling against Mughal authority. ചില ചൂഷണങ്ങൾ റെബല്യന് വഴിതെളിച്ചിരുന്നു. ഇങ്ങനെയുള്ള ലഹളകൾ മുഗൾ എംപയറിൻ്റെ തന്നെ നിലനിൽപ്പിന് തന്നെ ബാധിച്ചു. These peasants revolts challenged the stability of the Mughal empire from the end of the 17th century. Akbarnama and Aini Akbari. Akbar ordered one of his close friends and courtiers, Abul Faisal, to write a history of his reign. Abul Faisal
wrote a 3-volume history of Akbar's reign titled Akbarnama. The first volume dealt with Akbar's ancestors and the second volume recorded the events of Akbar's reign. The third volume is the Aini Akbari. It deals with Akbar's administration, household, army, the revenues and the geography of his empire. It also provides rich details about the tradition and culture of the people living in India. The most interesting aspect about the Aini Akbari is its rich statistical details about things as diverse as crops, yields, prices, wages and revenues. അക്ബർ തൻ്റെ ഉറ്റ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്ന അബുൾ ഫസലിനോട് തൻ്റെ ഭരണത്തെപ്പറ്റി, അതായത് ഭരണപരിഷ്കാരങ്ങളെപ്പറ്റി, അദ്ദേഹത്തിന് ഭരണ കാലഘട്ടത്തെ പറ്റിയൊക്കെ എഴുതാനായിട്ട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് അബുൾ ഫസൽ ഒരു 3-volume ഹിസ്റ്ററി ഓഫ് അക്ബർസ് റെയിനെ പറ്റി എഴുതിയിട്ട് അതിന് അക്ബർനാമ എന്ന് പേര് നൽകി. ദ ഫസ്റ്റ് വോളിയം എന്താണ് പറയുന്നത്? അക്ബേഴ്സ് ആൻസിസ്റ്റേഴ്സ്, അദ്ദേഹത്തിൻ്റെ മുൻഗാമികളെ പറ്റിയും. സെക്കൻഡ് വോളിയത്തിൽ ദ ഈവൻസ് ഓഫ് അക്ബേഴ്സ് റെയിൻ, അക്ബേഴ്സിൻ്റെ ഭരണകാലഘട്ടത്തിലുണ്ടായ ഓരോ പ്രധാന കാര്യങ്ങളെ പറ്റിയും. മൂന്നാമത്തെ വോളിയത്തിൽ ഏനി അക്ബരി, അത് ഇറ്റ് ഡീൽസ് വിത്ത് അക്ബേഴ്സ് അഡ്മിനിസ്ട്രേഷൻ, ഹൗസ് ഹോൾഡ്, ആർമി, ദ റവന്യൂ ആൻഡ് ദ ജിയോഗ്രഫി ഓഫ് ഹിസ് എംപയർ, അദ്ദേഹത്തിൻ്റെ ആർമിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മറ്റ് റവന്യൂ പരിഷ്കാരങ്ങളെക്കുറിച്ചും അവിടുത്തെ ഭൂമിയെ പറ്റി, അതായത് അവിടുത്തെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനെയൊക്കെ പറ്റിയിട്ടാണ് അതിൽ ഇത് ചെയ്തിരുന്നത്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് റിച്ച് ഡീറ്റെയിൽസ് അബൌട്ട് ദ ട്രഡീഷൻ ആൻഡ് കൾച്ചർ ഓഫ് ദ പീപ്പിൾ ലിവിങ് ഇൻ ഇന്ത്യ. അക്കാലത്തെ ആളുകളുടെ ട്രഡീഷനും കൾച്ചറും എല്ലാം ഇതിനകത്ത് രേഖപ്പെടുത്തിയിരുന്നു. ഏറ്റവും പ്രധാനമായ ഒരു സവിശേഷത അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡീറ്റെയിൽസ് ആയിരുന്നു. എന്തിനെയൊക്കെ പറ്റിയായിരുന്നു? ക്രോപ്സ്, ഈൽസ്, വിളകൾ, അതിൻ്റെ പ്രൈസസ്, അതിൻ്റെ വേജസ്, റവന്യൂ, ഇവയൊക്കെ പറ്റി ഇതിനകത്ത് നല്ല രീതിയിൽ പ്രതിപാദിച്ചിരുന്നു. ഈ ഏനി അക്ബരിയിൽ, അക്ബർനാമ എന്ന ഈ പുസ്തകത്തിൽ, 3 വോളിയമായിട്ടുള്ള ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരുന്നു. നെക്സ്റ്റ് വൺ ഈസ് എ ക്ലോസർ ലുക്ക്. അക്ബർസ് പോളിസീസ്. The broad features of administration were laid down by Akbar and were elaborately discussed by Abul Fasl in his book The Akbarnama, in particular in its last volume, The Aini Akbari. Abul Fasl explained that the empire was divided into provinces called Subas, governed by a Subedar, who carried out both political and military functions. Each province also had a financial officer or Diwan. For the maintenance of peace and order in his province, the Subedar was supported by other officers. അക്ബറിൻ്റെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് അബുൾ ഫസൽ തൻ്റെ അക്ബർനാമ എന്ന ബുക്കിൽ വിവരിച്ചിട്ടുണ്ട്. വ്യക്തമായിട്ട് അദ്ദേഹം ഓരോ കാര്യങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. എംപയറിനെ പല പ്രവിശ്യകളായിട്ട് തിരിച്ചിട്ട് സുബ എന്ന് പേര് നൽകിയിരുന്നു. അപ്പം വളരെ വലിയൊരു എംപയറാണ്. അതിനെ പ്രൊവിൻസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്തു പേര് നൽകിയിരുന്നു? സുബ എന്ന് പേര് നൽകിയിരുന്നു. അത് നോക്കാൻ ഏൽപ്പിച്ചിരുന്ന ആളെ സുബേദാർ എന്നാണ് വിളിച്ചിരുന്നത്. പൊളിറ്റിക്കൽ, മിലിറ്ററി ഫങ്ഷൻസ് എന്നിവ നോക്കി നടത്തിയിരുന്നത് ഇദ്ദേഹമായിരുന്നു. അപ്പോൾ ഓരോ പ്രവിശ്യയിലും ഫിനാൻസ് ഓഫീസറുണ്ട്. അദ്ദേഹത്തെ ദിവാൻ എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ പ്രവിശ്യകളിൽ സമാധാനവും ശാന്തിയും ഒക്കെ നിലനിർത്തുന്നതിന് ഈ സുബേദാറിനെ സഹായിക്കാൻ മറ്റു പല ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. ഇതിൽ ചിലരാണ് ദ മിലിറ്ററി പേയ്മാസ്റ്റർ, അദ്ദേഹത്തെ ബക്ഷി എന്നറിയപ്പെട്ടിരുന്നു. ദ മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പാട്രണേജ്, അത് സർദാർ. പിന്നെ മിലിറ്ററി കമാൻഡേഴ്സിനെ ഫൗജ്ദാസ് ആൻഡ് ദ ടൗൺ പോലീസ് കമാൻഡറിനെ കൊത്വാൾ എന്നിങ്ങനെ നാമവിശേഷം ചെയ്തിരുന്നു. അക്ബർസ് നോബിൾസ് കമാൻഡഡ് ലാർജ് ആർമീസ് ആൻഡ് ഹാഡ് അക്സസ് ടു ലാർജ് എമൗണ്ട്സ് ഓഫ് റവന്യൂ. While they were loyal, the empire functioned efficiently, but by the end of the 17th century, many nobles had built independent networks of their own. Their loyalties to the empire were weakened by their own self-interest. ആദ്യകാലങ്ങളിൽ ഈ അക്ബേഴ്സിൻ്റെ നോബിൾസ് അദ്ദേഹത്തോട് കൂറു പുലർത്തിയിരുന്നു, വിശ്വസ്തരായിരുന്നു. പക്ഷേ കാലക്രമേണ അവരുടെ ഈ വിശ്വസ്തതയും കൂറും ഇല്ലാതായി. ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദി 17th century അല്ലേ, ധാരാളം നോബിൾസ് എന്ത് ചെയ്തു? ഇൻഡിപെൻഡൻറ്റ് നെറ്റ്വർക്ക്സ് ഓഫ് ദെയർ ഓൺ, അവർക്ക് സ്വന്തമായിട്ട് സ്വതന്ത്രരായിട്ട് അവർ നിൽക്കാൻ തുടങ്ങി. അവരുടെ ലോയൽറ്റി അങ്ങനെ ഇല്ല.
കുറഞ്ഞു വന്നു. അവർക്ക് സെൽഫ് ഇൻട്രസ്റ്റ് ആയിട്ട് മാറി, അവരുടെ കാര്യങ്ങൾ മാത്രമായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഇനി അവരുടെ റിലീജിയസ് പരമായ കാര്യങ്ങൾ നമുക്ക് നോക്കാം. While Akbar was at Fatehpur Sikri during the 1570s, he started discussion on religion with the ulama, brahmanas, Jesuit priests who were Roman Catholics and Zoroastrians. These discussions took place in the Ibadat Khana. He was interested in the religion and social customs and people. Akbar's interaction with the people of different faiths made him realize that religious scholars who emphasized often bigots. Their teachings created divisions and disharmony amongst his subjects. This eventually led Akbar to the idea of Sulikul or universal peace. This idea of tolerance did not discriminate between people of different religions in his realm. Instead, it focused on a system of ethics, honesty, justice, peace that was universally applicable. Abul Fazl helped Akbar in framing a vision of governance around this idea of Sulikul. This principle of governance was followed by Jahangir and Shah Jahan as well. 570-കളിൽ അക്ബർ ഫത്തേപൂർ സിക്രിയിലായിരുന്ന സമയത്ത് അദ്ദേഹം റിലീജിയസ് മതപണ്ഡിതന്മാരുമായിട്ട്, അതായത് ഉലാമ, ബ്രാഹ്മണാസ്, ജസ്യൂട്ട്, പ്രീസ്റ്റ്, സൊറാസ്ട്രിയൻസ് ഇങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് മതപരമായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം ഈ ഡിസ്കഷൻസ് നടന്നിരുന്നത് ഇബദത്ത് ഖാന എന്ന സ്ഥലത്തായിരുന്നു. ഹി വാസ് ഇൻട്രസ്റ്റഡ്, അദ്ദേഹത്തിന് വളരെ തൽപരനായിരുന്നു. മറ്റു റിലീജിയൻസിലും അതിൻ്റെ സോഷ്യൽ കസ്റ്റംസിനും ഒക്കെ അദ്ദേഹം വളരെ തൽപരനായിരുന്നു. അതിനെപ്പറ്റി അറിയാൻ അക്ബർ വളരെയധികം തൽപരനായിരുന്നു. അക്ബേഴ്സ് ഇൻട്രാക്ഷൻ വിത്ത് പീപ്പിൾ. അപ്പം അക്ബർ ഇങ്ങനെ വിവിധ മതത്തിൽപ്പെട്ട ആൾക്കാരുമായിട്ട് ഇൻട്രാക്ഷൻ നടത്തിയതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി. റിലീജിയസ് സ്കോളേഴ്സ് എന്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്? റിച്വൽ, ഡോഗ്മ, ബിഗോട്ട്സ് എന്നിവയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഡോഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ആൻ ഇൻ്റർപ്രിട്ടേഷൻ ഡിക്ലെയർഡ് ആസ് അതോറിറ്റേറ്റീവ് വിത്ത് ദ എക്സ്പെക്റ്റേഷൻ ദാറ്റ് ഇറ്റ് വുഡ് ബി ഫോളോഡ് വിത്തൗട്ട് ക്വസ്റ്റ്യൻ. അതായത് ഏതെങ്കിലും ഒരു മതപണ്ഡിതന്മാരുണ്ടാക്കിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് യാതൊരുവിധ ക്വസ്റ്റ്യനുമില്ലാതെ അതിനെ അനുസരിക്കുക എന്നതായിരുന്നു ഡോഗ്മ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ബിഗോട്ട്. ബിഗോട്ട് ആൻ ഇൻഡിവിജ്വൽ ഹൂ ഈസ് ഇൻടോളറൻറ്റ് ഓഫ് അനദർ പേഴ്സൺസ് റിലീജിയസ് ബിലീഫ്സ് ഓർ കൾച്ചർ. അതായത് മറ്റൊരു വ്യക്തിയുടെ റിലീജിയസ് ബിലീഫ്സിലും കൾച്ചറിലും ഒന്നും തനിക്ക് യാതൊരുവിധ പങ്കും ഇല്ല. അതായത് തൻ്റെ മതം അല്ലെങ്കിൽ തൻ്റെ വിശ്വാസം അതാണ് മുൻപന്തിയിൽ നിൽക്കുന്ന എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ചിന്താഗതി. പ്രജകളുടെ ഇടയിൽ എന്തുണ്ടാക്കി? നീരസം ഉളവാക്കിയിരുന്നു. ദിസ് ഇവൻച്വലി ലെഡ് അക്ബർ ടു ദ ഐഡിയ ഓഫ് സുലീക്കുൾ ഓർ യൂണിവേഴ്സൽ പീസ്. ആ സമയത്താണ് അക്ബറിൻ്റെ മനസ്സിലേക്ക് ഈ ആശയം കടന്നു വരുന്നത്, സുലീക്കുൾ അല്ലെങ്കിൽ യൂണിവേഴ്സൽ പീസ് എന്ന ആശയം കടന്നു വരുന്നത്. അതനുസരിച്ച് അക്ബറിൻ്റെ ഭരണപരിധിയിൽ വരുന്ന ആളുകളെ, അപ്പം പല മതത്തിൽപ്പെട്ട ആൾക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അതിന് പകരം എന്താണ് അവർ ഇത് ചെയ്തിരുന്നത്? എത്തിക്സ് ആയിരുന്നു. അതായത് ഹോണസ്റ്റി, ജസ്റ്റിസ്, പീസ്, ദാറ്റ് വാസ് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ. അബുൽ ഫസൽ ആണെങ്കിൽ അക്ബറിനെ ഇത് ഫ്രെയിം ചെയ്യാനായിട്ട് വളരെയധികം സഹായിച്ചിരുന്നു. ദിസ് പ്രിൻസിപ്പിൾ ഓഫ് ഗവർണൻസ് വാസ് ഫോളോഡ് ബൈ ജഹാംഗീർ, ഷാജഹാൻ. അങ്ങനെ അക്ബറെ പിന്തുടർന്ന് വന്ന ഭരണാധികാരികളും ഇത് തന്നെയാണ് വീണ്ടും ഫോളോ ചെയ്തിരുന്നത്. ഈ പിക്ചർ ഒന്ന് നോക്കിക്കേ. അക്ബർ ഹോൾഡിംഗ് ഡിസ്കഷൻസ് വിത്ത് ലേൺഡ് ഇൻഡിവിജ്വൽസ് ഓഫ് ഡിഫറെൻറ്റ് ഫെയ്ത്ത്സ് ഇൻ ദി ഇബദത്ത് ഖാന. അതായത് അക്ബർ പല മതപണ്ഡിതന്മാരുമായിട്ട് ഇബദത്ത് ഖാനയിൽ വെച്ച് മതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു പിക്ചറാണ് ഈ കാണുന്നത്. The Mughal Empire in the 17th century and after. The administrative and military efficiency of the Mughal Empire led to great economic and commercial prosperity. International travelers described it as the fabled land of wealth. But these same visitors were also appalled at the state of poverty that existed side by side when the greatest opulence. The inequalities were glaring. Documents from the 20th year of Shah Jahan's reign
inform us that the highest ranking Mansabdas were only 445 in number out of a total of 8,000. അഡ്മിനിസ്ട്രേഷനും മിലിറ്ററി എഫിഷ്യൻസിയും മുഗൾ എംപയറിനെ ഗ്രേറ്റ് എക്കണോമിക് ആൻഡ് കൊമേഴ്ഷ്യൽ പ്രോസ്പെരിറ്റിയിലേക്ക് നയിച്ചു. അതായത് സാമ്പത്തികവും വ്യവസായികപരവുമായിട്ടും മുൻപന്തിയിലേക്ക് കൊണ്ടുവന്നു. ഇൻ്റർനാഷണൽ ട്രാവലേഴ്സ് പോലും പറയുന്നത് ഫേബിൾഡ് ലാൻഡ് ഓഫ് വെൽത്ത് എന്നാണ് ഈ സമയത്തെ മുഗൾ സാമ്രാജ്യത്തെ പറ്റി പറയുന്നത്. അവർ മുഗൾ രാജ്യത്തെ പറ്റി പറഞ്ഞിരുന്നത് എന്താണ്? ഫേബിൾഡ് ലാൻഡ് ഓഫ് വെൽത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സമ്പൽ സമൃദ്ധിയുടെ നാട് എന്ന് അവർ വിശേഷിപ്പിച്ചിരുന്നു. ബട്ട് ദീസ് സെയിം വിസിറ്റേഴ്സ് ഓൾസോ appalled at the state of poverty that exists side by side with the greatest opulence. അപ്പം അവർക്ക് അതേസമയം ഇങ്ങനെ സമ്പൽ സമൃദ്ധിയുടെ നാട് എന്ന് പറയുന്ന അതേ സമയം തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ദാരിദ്ര്യം നിലനിന്നിരുന്നതായിട്ടും അവർ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അതുകൂടാതെ ഇൻഇക്വാലിറ്റി ആയിരുന്നു, സമത്വം ഇല്ലായ്മ പല സ്ഥലങ്ങളിലും പിന്നെ കൂടുതലായിട്ട് ഇങ്ങനെ കാണാൻ പറ്റിയിരുന്നു. The Mughal emperors and their mansabdars spent a great deal of their income on salaries and goods. This expenditure benefited the artisans and peasantry who supplied them with the goods and produce. But the scale of revenue collection left very little for investment in the hands of the primary producers. മുഗൾ ചക്രവർത്തിമാരും മാൻസബ്ദാസും അവർക്ക് കിട്ടിയ സാലറി ഇൻകം എല്ലാം ഗുഡ്സൊക്കെ വാങ്ങാനായിട്ടൊക്കെ സുലഭമായിട്ട് ചിലവഴിച്ചിരുന്നു. ഇത് ബെനിഫിറ്റ് ചെയ്തത് ആർട്ടിസൻസിനും പെസൻസിനും ആണെങ്കിൽ പോലും അവർക്ക് ഇതിന് കയ്യിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അവർ ടാക്സ് നൽകണമായിരുന്നു. അപ്പോൾ അത് അവരുടെ കൈവശം ഒന്നും വയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി മാറി. പെസൻസിനും ആർട്ടിസൻസിനൊക്കെ അവർക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ അവർ ടാക്സ് കൊടുക്കേണ്ടി വന്നു. The enormous wealth and resources commanded by the Mughal elite made them an extremely powerful group of people in the late 17th century. ഇങ്ങനെ എനോർമസ് വെൽത്തും റിസോഴ്സസൊക്കെ ഉള്ളതുകൊണ്ട് മുഗൾ എലൈറ്റ്സ് കൂടുതൽ എക്സ്ട്രീംലി പവർഫുൾ ആയി മാറി. ആസ് ദ അതോറിറ്റി ഓഫ് ദ മുഗൾ എംപറർ സ്ലോലി ഡിക്ലൈൻഡ്. അപ്പോൾ മുഗൾ ചക്രവർത്തിമാർ കാലക്രമേണ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി, അധപ്പതനത്തിൻ്റെ പാതയിലേക്ക് വരാൻ തുടങ്ങി. ഈ സെർവൻസ് എമർജ്ഡ് ആസ് പവർഫുൾ centers of power in the region. They constituted new dynasties and held command of provinces like Hyderabad and Oudh. Although they continued to recognize the Mughal emperor in Delhi as their master, by the 18th century the provinces of the empire had consolidated their independent political identities. മുഗൾ ചക്രവർത്തിമാരെ സേവിച്ചിരുന്ന പല പ്രമാണികളും നാടുവാഴികളും ഒക്കെ പവർഫുള്ളായി മാറി. അവർ സ്വന്തമായിട്ട് അവരുടെ കൈവശമുണ്ടായിരുന്ന രാജ്യങ്ങളിൽ ഇൻഡിപെൻഡൻ്റായിട്ട് ഭരണം നടത്താൻ, അതായത് പ്രദേശങ്ങളിൽ ഇൻഡിപെൻഡൻ്റായിട്ട് ഭരണം നടത്താൻ തുടങ്ങി. Dear kids, thank you for your attention. I hope you understood today's session. Thank you. Bye.